ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ കൊട്ടേഷനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമുക്ക് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. ആ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ക്രിയേറ്റ് ന്യൂ ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് പുതിയതായിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ എസ്റ്റിമേറ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ല പ്രീവിയസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചിരിക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രം ടു ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ആയി അടിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുതിയതായി നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വിൻഡോയാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ഫസ്റ്റ് കസ്റ്റമറെ ആഡ് ചെയ്യാനുണ്ട്. അതിനായി ഞാൻ സെലക്ട് കസ്റ്റമറിൽ പോയ ശേഷം അവിടെ നിന്നും ഞാൻ ഏതാണോ ആ കസ്റ്റമറെ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തെടുക്കുക. ഈ ഒരു ലിസ്റ്റിനകത്ത് ആ കസ്റ്റമർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നമുക്ക് ആഡ് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായ ഒരു കസ്റ്റമറെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു വിൻഡോയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഓൾറെഡി ഉള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറെ സെലക്ട് ചെയ്യുക, ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ എസ്റ്റിമേറ്റ് ബില്ലിലേക്ക് ആ ഒരു കസ്റ്റമർ ആഡായി വന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ ഐറ്റംസ് ആണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാൻ ജസ്റ്റ് ആ ഗ്രീൻ ബാർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റത്തിന്റെ ലിസ്റ്റുകളെല്ലാം താഴെ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് ഏതാണോ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഐറ്റം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഓരോ ഐറ്റംസും നമ്മുടെ ഏതൊക്കെ ഐറ്റംസ് ആണോ വരുന്നിരിക്കുന്നത് ആ ഐറ്റംസ് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ശേഷം ഞാൻ ജസ്റ്റ് സേവ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് സേവ് ആയി വന്നിരിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ജസ്റ്റ് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് ഞാനിപ്പോൾ അടിച്ചിരിക്കുന്ന ഈ ഒരു എസ്റ്റിമേറ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഫംഗ്ഷനാലിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. ഇനി എപ്പോഴാണോ ഈ ഒരു കൊട്ടേഷൻ നമുക്ക് വർക്കായിട്ട് വരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം അതിനായിട്ട് തന്നെ ഞാൻ ഈ ഒരു എസ്റ്റിമേറ്റ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് മുകളിൽ ടോപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കൺവേർട്ട് ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു എസ്റ്റിമേറ്റിനെ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ആയി വരുന്നതായിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഇൻവോയ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് നമ്മൾ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്ന കൊട്ടേഷനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ എസ്റ്റിമേറ്റിനെ നമുക്ക് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. വളരെ ഈസിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിലേക്ക് വേണേലും A4 അല്ലെങ്കിൽ A3 ഏത് ഫോർമാറ്റിലേക്ക് വേണേലും നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.